സുഹൃത്തുക്കളെ, എംബ്രാൻ വിഷയം ഇപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. ഇനി സിനിമ കണ്ടു എന്ന നിലയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം. സെയ്ദ് മസൂദ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിന്റെ ബാക്ക്ഗ്രൗണ്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ സിനിമയ്ക്കകത്ത് ഈ ഗുജറാത്ത് കലാപവും ഗോദ്ര റെയിൽവേ അറ്റാക്ക് ഒക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഗോദ്ര റെയിൽവേ അറ്റാക്ക് തുടങ്ങാൻ കാരണം മുസ്ലിങ്ങളാണെന്ന് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. ഇതാണ് ഇതിന്റെ വിഷയം. ആക്ച്വലി സത്യം പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ഇതിന്റെ ചരിത്രവും വീഡിയോസ് ഒക്കെ ഒരുപാട് ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പോയി കാണാൻ പറ്റും. ഇവിടെ മതവർഗീയത അന്നും ഇന്നും ഇപ്പോഴും ഉണ്ട്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടായ ഒരു പ്രശ്നമാണ് മതമായിരുന്നു പ്രശ്നം, വർഗീയതയായിരുന്നു പ്രശ്നം. വർഗീയത കൊണ്ട് രാഷ്ട്രീയം ഉണ്ടാക്കി സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്ന ആൾക്കാർ അന്നും ഇന്നും എപ്പോഴും എവിടെയുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കണക്ക് തന്നെയാണ്. ഇവർക്ക് ആർക്കും ഇതില്ലാതെ നിലനിൽക്കാനേ പറ്റില്ല. അതൊരു പരമമായ സത്യമാണ്. ഇനി സിനിമയിൽ വരുമ്പം ഈ സെയ്ദ് മസൂദിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് ഈ കഥ കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പേഴ്സണലി. അയാൾക്കുണ്ടായ പ്രശ്നങ്ങൾ, അയാൾക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ സിനിമയിൽ ഈ ഒരു സീനെ കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് മുസ്ലിങ്ങളുടെ മോശമായിട്ട് പറയണം അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഇൻവോൾവ്മെന്റ് കാണിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അത് കലാകാരൻ എഴുതുന്നവന്റെ, തിരക്കഥ എഴുതുന്നവന്റെ അവകാശമാണ്. അവൻ എങ്ങനെ അത് എഴുതാം, നിങ്ങൾക്ക് വിമർശിക്കാം. പക്ഷെ സിനിമയിൽ കട്ട് ചെയ്യണം, അത് നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞത് എന്ത് ന്യായമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. മോഹൻലാൽ തല കുനിച്ചു മുട്ടുകുത്തി പൃഥ്വിരാജിന് തീവ്രവാദ ബന്ധമുണ്ടോ എന്നൊക്കെ നോക്കണം എന്നൊക്കെ പറയുന്നത് എന്ത് തരത്തിൽ അടിസ്ഥാനത്തിലാണ്? മോഹൻലാലിനും പൃഥ്വിരാജിനും ഒക്കെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും പൈസ ഇറക്കി അല്ലെങ്കിൽ ഗോകുലിന്റെ പ്രൊഡക്ഷനൊക്കെ ഇത്രയും പൈസ ഇറക്കി ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ സംഘടന എതിർപ്പ് വരുമ്പോഴത്തേക്കും അവർ സ്വാഭാവികമായിട്ടും ഒരു വിഡ്രോ ചെയ്യും, അവർക്കൊന്ന് ആയും കാണാം. അവർക്ക് നാളെ അവിടെ സിനിമ ചെയ്യണമല്ലോ. എല്ലാവരുടെ അവസ്ഥ അങ്ങനെയല്ല. എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നല്ല. അങ്ങനെ ചെയ്തത് കൊണ്ട് അവരെ തെറ്റ് പറയാനും ഇല്ല. അവർ നട്ടലില്ലാത്ത ആൾക്കാരായി പോകത്തൊന്നുമില്ല. എന്തോരം ഹേറ്ററാണ് ഇപ്പോഴും അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമന്റ് ബോക്സിലൊക്കെ ഒന്ന് നോക്കിയത് മോഹൻലാലിനൊക്കെ പച്ചത്തറിയാണ് വിളിക്കുന്നത്. മതത്തിന്റെ മുകളിൽ, മതത്തിന്റെ രാഷ്ട്രീയത്തിന്റെ മുകളിലൊന്നും അല്ല ആരും നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ല, എത്ര വലിയ മോഹൻലാലാണെങ്കിലും. മതവും വർഗീയതയും പറഞ്ഞ് അന്നും ഇന്നും ഇവിടെ ആൾക്കാരെ ഭിന്നിപ്പിക്കാനായിട്ട് യാതൊരു പാടുമില്ല. ഇപ്പോഴും അത് ഇതേപോലെ നിപ്പുണ്ട്. പണ്ട് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറഞ്ഞിട്ട് പോയ ബ്രിട്ടീഷുകാരുടെ അതേ സാധനങ്ങളാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സിനിമയിൽ പോലും നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം പോലും പല സമയങ്ങളിൽ നിഷേധിക്കപ്പെടുക തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഗോദ്ര കലാപം എന്താണെന്നൊന്ന് നോക്കുക. ആക്ച്വലി അതിനകത്ത് മുസ്ലിങ്ങളുടെ ഭാഗം നല്ലപോലെ ഇൻവോൾവ് ആണ്. അതിനകത്ത് ചരിത്രരേഖകളും പല സംഭവങ്ങളും ഒക്കെ ഉണ്ട്. അതിനകത്ത് ഒരുപാട് ഡോക്യുമെന്ററീസ് ഒക്കെ ഇപ്പോൾ ഉണ്ട്. അതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അന്ന് മുതൽ ഇന്ന് വരെ മുസ്ലിം ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം പണ്ടേ ഉണ്ട്. അതിനെ സംബന്ധിച്ചുണ്ടായ ഒരു പ്രശ്നമാണ് ഇത്. ബട്ട് ഗുജറാത്തിലൊക്കെ ആ സമയത്തൊക്കെ ഭയങ്കര കലാപമായിരുന്നു. പക്ഷെ അത് യൂസ് ചെയ്ത് അന്നത്തോടു കൂടി മുസ്ലിംസിനെ ഒരുപാട് ഇവർ അടിച്ചൊതുക്കുകയാണ് ചെയ്തത് ആ ഒരു പ്രശ്നത്തോടു കൂടി. അതിൽ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് ഞാൻ വായിച്ചിരുന്ന ഡോക്യുമെന്ററീസ് കേട്ടതെന്ന് എനിക്ക് മനസ്സിലായ കാര്യം. ഈ മോഹൻലാലിനും പൃഥ്വിരാജിനൊന്നും നമ്മൾ കമന്റ് ബോക്സ് എഴുതുന്ന സപ്പോർട്ട് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അവർക്ക് ഇതുപോലത്തെ ചെറിയ ഇത്ര വലിയൊരു സംഘടനയ്ക്ക് എതിർക്ക് നിൽക്കുമ്പോൾ അവർക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാനൊന്നുമില്ല. അവരുടെ ബിസിനസ്സാണ്, അവരുടെ ഫണ്ടാണ്, അവർക്കൊന്നും ചെയ്യാനില്ല. പിന്നെ അത് ഈ സിനിമയ്ക്ക് നല്ല മൈലേജ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവം BJPക്കും RSSനും നല്ല മൈലേജ് കൊടുത്തിട്ടുണ്ട്. ആൾക്കാരെല്ലാം തിരഞ്ഞുപിടിച്ച് പോവുകയാണ്. പാർട്ടിയെ പറ്റി അറിയുന്നുണ്ട്. ഒരുപാട് സംഖ്യകൾ സടകുടഞ്ഞ് എണീറ്റിട്ടുണ്ട്. ഇത് അറിയാനിടവായത് തന്നെ ഈ സിനിമയാണ് ഇപ്പോൾ കാരണം. അത് ആക്ച്വലി BJPക്ക് നല്ല മൈലേജും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ. അതേപോലെ തന്നെ എമ്പുരാൻ സിനിമയ്ക്കും.